ലങ്കയിൽ വെച്ച് സീതാദേവിയുടെ മുൻപിൽ അവതരിപ്പിച്ച് പ്രദർശിപ്പിച്ച വിപുല ശരീരം, ഭീകര ആകാരം എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാം. അന്ന് മുതലേ എനിക്കുള്ള മോഹമാണത്. ഈ കഥ കേട്ട കാലം മുതലേ, കുട്ടിക്കാലത്ത് ഈ കഥ കേട്ട കാലം മുതൽ തന്നെ എനിക്കുള്ള അടങ്ങാത്തൊരു മോഹമാണത്. അതുകൊണ്ട് അത് സാധിച്ചു തരാൻ അങ്ങയുടെ ഭക്തനായ എന്നിൽ കനിവുണ്ടാകണം എന്ന് ഭീമൻ ആവശ്യപ്പെട്ടു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വളരെ യുക്തമായ ഹനുമാൻ വാനരനല്ല എന്ന് സ്ഥാപിക്കുന്ന മറുപടിയാണ് അദ്ദേഹം അതിന് കൊടുക്കുന്നത്. വലിയ ഒരു ജ്ഞാനിയുടെ മറുപടിയാണത്. ജ്ഞാനി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ മറുകര കണ്ട ജ്ഞാനപാരംഗതനായ ഒരു വ്യക്തിയുടെ മറുപടിയാണ്. വളരെ ഇരുത്തം വന്ന, ജ്ഞാനപരമായ പരിപക്വത വന്ന, സാംസ്കാരികമായ പൂർണ്ണതയിലെത്തിയ, വിവേകത്തിൻ്റെ സുനിശ്ചിതമായ അന്തിമസ്ഥാനത്ത് എത്തിയ ഒരു വ്യക്തിയുടെ സ്വീകാര്യമായ പ്രത്യുത്തരം എന്ന നിലയിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഇത് കേട്ട ഉടനെ ഭീമൻ്റെ മുഖം മ്ലാനമായി. മഹാത്മാക്കൾക്ക് നിയമങ്ങൾ ബാധകമല്ല എന്ന ചൊല്ലിനെ സാർത്ഥകമാക്കുന്ന വിധത്തിലായിരുന്നു ഹനുമാൻ്റെ പിന്നീടുള്ള പെരുമാറ്റം. കാരണം താനത് പ്രദർശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞത് തൻ്റെ അനുജനെ ക്ലേശിപ്പിച്ചല്ലോ എന്നോർത്തിട്ട് അദ്ദേഹം അതിന് തയ്യാറായി. നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാനത് പ്രദർശിപ്പിക്കാം, പക്ഷേ നീ അത് കണ്ട് ഉടനെ മറന്നു പോകും. അപ്പോൾ കണ്ടതുകൊണ്ട് പ്രയോജനമില്ലാതെ വരുമല്ലോ. കണ്ടിട്ട് നീ ഉടൻ തന്നെ അത് വിസ്മരിച്ചു പോകും. അത് സമ്മതമാണെങ്കിൽ ഞാൻ എൻ്റെ സീതാദേവിയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച ഭീകരാകാരം പ്രദർശിപ്പിക്കാം എന്ന് പറയും. അത് മതി, എങ്ങനെയായാലും എനിക്ക് ഒന്ന് അത് കണ്ടാൽ മതി. അതിനകത്തൊരു ബാലിശത്വമുണ്ട്. ഈ കാഴ്ചകൾ കാണാനുള്ള കൗതുകമാണ്. ഇപ്പോൾ ബാലിശത്വം വിട്ടുമാറില്ല. ബാലിശത്വം വിട്ടുമാറണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനപരമായ പൂർണ്ണത വേണം, വിവേകത്തിൻ്റെ പൂർണ്ണത വേണം. ഇപ്പോൾ തൻ്റെ അനുജൻ്റെ ബാലിശമാണെങ്കിലും ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാനുള്ള സർവയുഗ പ്രഭാവൻ, 4 യുഗങ്ങളിലും പ്രഭാവമുള്ള ആളാണ്. സർവയുഗ പ്രഭാവനായ, സർവ കലകളിലും അഭിജ്ഞപ്തി സമ്പാദിച്ചിട്ടുള്ള ജ്യേഷ്ഠൻ അനുജനോടുള്ള വാത്സല്യം കൊണ്ട്, സഹോദര സ്നേഹം കൊണ്ട്, സാഹോദര്യത്തിൻ്റെ ബന്ധദാർഢ്യം കൊണ്ട് അദ്ദേഹം അതിന് സന്നദ്ധനായി. ഈ ഒരു നിബന്ധനയോടുകൂടി വളർന്ന് ഭീമാകാരനാവുകയും യഥാർത്ഥത്തിലുള്ള ഭീമൻ്റെ ഭീമത്വം വെറുതെ ഒരു അണുത്വമായി അവശേഷിക്കുകയും ചെയ്തു. ഭീമൻ ഞെട്ടുകയും ചെയ്തു അത് കണ്ടപ്പോൾ. വേഷം ചുരുക്കി കഴിഞ്ഞ് ഇദ്ദേഹം ഇത് മറക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ സാഹസബുദ്ധിയാണ്. അതിപ്പോൾ ആർക്കും കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. ആ ബുദ്ധി നല്ലതായി അല്ലെന്നായിരിക്കുമല്ലോ പിന്നീട് അതിൻ്റെ പിന്നാലെ വരാൻ പോകുന്ന വാക്യം. നീ ഒരു സാഹസബുദ്ധിയാണ്. സാഹസം ഉത്തമന്മാർക്ക് നന്നല്ല. ഒന്നാമത് വേണ്ടത് ക്ഷമയാണ്. ഏത് കാര്യത്തിലും ക്ഷമിച്ചിരിക്കണം. ക്ഷമിച്ചിരുന്നുകൊണ്ട് എങ്ങനെയാണ് സംഭവ പരമ്പരകൾ വളർന്നു വരാൻ പോകുന്നത് എന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞിട്ടേ പ്രതികരിക്കാവൂ. ഇപ്പോൾ നിൻ്റെ ഈ യാത്ര തന്നെ ഒരു സാഹസം നിറഞ്ഞ യാത്രയായതുകൊണ്ട് അതിനൊരു പ്രതിബന്ധമാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വഴിയിൽ മാർഗവിഘ്നമുണ്ടാക്കിക്കൊണ്ട് കിടന്നത്. നിനക്കെപ്പോഴും എൻ്റെ പേരിൽ ഒരു അഭിമാനം ഉണ്ടായിരുന്നുവല്ലോ, അതും കൂടി പരിഗണിച്ചിട്ടാണ് ഞാൻ നിനക്ക് മാർഗവിഘ്നം ഉണ്ടാക്കിയത്, ചില ഉപദേശങ്ങൾ തരാനും വേണ്ടിയിട്ടാണ്. ഇനി അങ്ങോട്ട് ചെന്ന് ഇത്തരം സാഹസങ്ങളൊന്നും കാണിക്കരുത്. നിൻ്റെ സാഹസങ്ങൾ കൊണ്ട് വിജയിക്കാവുന്ന ഒരു സ്ഥലത്തേക്കല്ല നീ പോകുന്നത്. അവിടെ മാനുഷികമായ ശക്തിക്ക് അതീതമായ ശക്തികൾ സമന്വയിക്കപ്പെട്ട്
പ്രയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമാണത്. അതുകൊണ്ട് അവിടെ വളരെ സൂക്ഷിക്കണം. കിന്നരന്മാരും കിംപുരുഷന്മാരും യക്ഷന്മാരും രാക്ഷസന്മാരുമാണ് അവിടെ എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും ഈ കുബേരൻ്റെ പൊയ്ക കാത്തു സൂക്ഷിക്കുന്നതും യക്ഷന്മാരും രാക്ഷസന്മാരും കൂടിയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം.